കേരളത്തിൽ മത്സരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ? കോൺഗ്രസ് പ്രതിനിധിയുടെ ആ വാദഗതിയോട് നിങ്ങൾക്ക് എത്രമാത്രം യോജിക്കുന്നു? വർഗീയതയ്ക്കെതിരായ പോരാട്ടമെന്ന് CPM ഇടതുമുന്നണി വിശേഷിപ്പിക്കുമ്പോൾ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാണോ CPM ഈ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക്. കോൺഗ്രസിന് ഏതെല്ലാം ചിഹ്നം ഉണ്ടായിരുന്നു? ഇപ്പല്ലേ ഈ ചിഹ്നം വന്നത്? രാഷ്ട്രീയത്തിന്റെ ബാലപാട് അറിയുന്നവർക്ക് അറിയാം. ഈ പ്രാദേശിക ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് മറുപടി പറഞ്ഞോ. ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ സുപ്രീം കോടതിയിൽ ഈ ഇടതുപക്ഷവും CPM-ഉം കേസ് നടത്തിയത്? ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് സമരം നടത്തിയത് ചിഹ്നത്തിന് വേണ്ടിയാണ്. ഇലക്ട്രൽ ബോണ്ട് കേസ് നമ്മൾ കൊടുത്തതാണ് അറിയുള്ളൂ. മധ്യപ്രദേശിലെ മഹിളാ കോൺഗ്രസ് നേതാവാണ് ആദ്യമായി ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്തത്. നിങ്ങൾ മറുപടി പറയേണ്ട രണ്ട് കാര്യം: ഒന്ന് ഇലക്ട്രൽ ബോണ്ട്, രണ്ടാമത്തെ കാര്യം ദേശീയ തലത്തിൽ BJP-ക്കെതിരായ ഒരു മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പാർട്ടി CPM ആണ്. കോൺഗ്രസിനെ അടക്കം വിളിച്ചു ചേർത്തിയിട്ട് അല്ലേ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഇതിന്റെ ഉത്തരം വേറൊരു തരത്തിൽ കൂടി പറയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതരത്വത്തിന് വേണ്ടി ഇന്ന് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരേ ഒരു പാർട്ടി ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.